സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിലെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയിരിക്കുന്ന വിപണന പ്രദർശന മേളയാണ് പ്രധാന ആകർഷകമായി മാറുന്നത്. 34,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 160-ലധികം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. MLA MM മണി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്തത്. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയിരിക്കുന്ന വിപണന പ്രദർശന മേളയിലേക്ക് ആദ്യ ദിനം തന്നെ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. 34,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിവിധ അറിവുകളും സേവനങ്ങളും നൽകുന്ന 160-ലധികം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കായിക വകുപ്പിന്റെ സ്റ്റാളുകളിലേക്കാണ് ആദ്യം നമ്മൾ കടന്നു ചെല്ലുക. വിവിധ ഗെയിമുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷകമായി മാറിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിൽ റോബോ ഡോഗാണ് താരമായി മാറിയിട്ടുള്ളത്. റവന്യൂ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റാളുകളിൽ എത്തുന്നവർക്ക് ജില്ലയിലെ പട്ടയ വിവരങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കും. അതിനായി വലിയ സ്ക്രീനും ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തകരാകാനുള്ള പരിശീലനം നൽകുകയാണ് അഗ്നിശമന സേനാംഗങ്ങൾ ഇവിടെ നടത്തുന്നത്. ലഹരിക്കെതിരെ പൊരുതാൻ കളിയും ചിരിയും പിന്നെ അല്പം കാര്യവുമായി എക്സൈസ് സേനയും രംഗത്തുണ്ട്. അവധിക്കാലമായതിനാൽ കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരുക്കങ്ങളും സംഘാടകർ ഇവിടെ നടത്തിയിട്ടുണ്ട്. വിപുലമായ ആയുധശേഖരങ്ങളുടെ പ്രദർശനമാണ് പോലീസ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷ്യമേളയും സാംസ്കാരിക മേളയും പ്രദർശനമേളയുടെ ഭാഗമായിട്ടുണ്ട്. എല്ലാ ദിവസവും മേളയുടെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറുന്നുമുണ്ട്. കലാമൂല്യമുള്ള മലയാള സിനിമകൾ കാണാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മെയ് 5 വരെ നടക്കുന്ന മേളയിൽ 10,000-ങ്ങളാണ് പങ്കെടുക്കാനെത്തുന്നത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെയും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഇടമായി എന്റെ കേരളം പ്രദർശന വിപണനമേള മാറുകയാണ്. സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നേരിട്ടറിയാൻ തക്ക വിധമുള്ള എക്സ്പീരിയൻസ് സെന്ററുകളായാണ് ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള പവലിയനുകൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇടുക്കിയിലെ ഈ മേളയുടെ ഭാഗമായ പവലിയനുകളിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. നിർമ്മിത ബുദ്ധി, ഓഗ്മെന്റൽ റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, 3D പ്രിന്റിംഗ്, ഡ്രോൺ, റോബോട്ടിക്സ്, IoT തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമാണ് ഇവിടെ കാണികളെ ഏറെ ആകർഷിപ്പിക്കുന്നത്. ശബ്ദത്തിലൂടെ വീഡിയോ നിർമ്മാണം, ശബ്ദത്തിലൂടെ ടാക്സി വിളിക്കൽ, പുതുതലമുറ വാക്കുകളുടെ വിശകലനം, AR VR കണ്ണടകൾ, ഗെയിമുകൾ, ഡോഗ് ബോട്ട് എന്ന റോബോട്ട് നായ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന റോബോട്ട്, മിനി ബോട്ട്, കൃഷി, ഉദ്യാനപാലനം എന്നിവ സാധ്യമാക്കുന്ന IoT സംവിധാനം, AI കാരിക്കേച്ചർ, ഫോട്ടോയിലൂടെ മുഖം തിരിച്ചറിയുന്ന സംവിധാനം തുടങ്ങി ഭാവി ജീവിതത്തിൽ പൊതുജനം നേരിട്ടറിയാൻ പോകുന്ന സാങ്കേതിക വിദ്യകളുടെ കലവറ കൂടിയാണ് ഈ വിപണന പ്രദർശനമേള.
നവകേരളം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി പ്രതിബദ്ധതയോടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നേർക്കാഴ്ചകൾ കൂടിയാണ് ഇടുക്കിയിലെ മെഗാ വിപണന പ്രദർശനമേളയിൽ കാണാൻ കഴിയുന്നത്. പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിന് പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇടുക്കി ജില്ലയും മുന്നേറുകയാണ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ മെഗാ വിപണന പ്രദർശനമേള ഒരുക്കിയിട്ടുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും വിവിധ മിഷനുകളുടെയും 160ഓളം സ്റ്റാളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലുകൾ, വിനോദസഞ്ചാര മേഖലയിലെ സവിശേഷതകൾ, നമ്മുടെ നാടിന്റെ ചരിത്രം, അഭിമാനം, നേട്ടങ്ങൾ, പ്രതീക്ഷ, ഭാവി തുടങ്ങിയവയാണ് മേളയിൽ പ്രതിഫലിപ്പിക്കുന്നത്. കലാ സാംസ്കാരിക പരിപാടികളും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളും പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യമേള മറ്റൊരു ആകർഷകമായ ഇടമായി മാറുന്നു. കാണികളിൽ വിസ്മയവും ആവേശവും തീർത്ത ഇടുക്കിയിലെ മെഗാ വിപണന പ്രദർശനമേള മെയ് 5 സമാപിക്കും.